ഉരുൾപൊട്ടൽ ചൂരൽമലയ്ക്ക് സമയമുണ്ടായി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ചില പ്രശ്നങ്ങൾ പ്രായോഗികമായി ഉണ്ട് എന്നുള്ളതാണ്. മുണ്ടക്കൈയിലുള്ള ഹോം സ്റ്റേയിലെ ഒഡീഷ സ്വദേശികളായ ഡോക്ടർമാരുടെ സംഘത്തിലെ ഒരാളെ പരിക്കോട് രക്ഷപ്പെടുത്തി. രണ്ടുപേരെ, അവിടെ ടൂറിസം കേന്ദ്രമാണ് വയനാട്, നമുക്കറിയാം. അവിടെ റിസോർട്ടിലടക്കം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം വല്ലാത്ത അവസ്ഥയിലാണ്. ഈ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു സീസൺ കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികളും പല സ്ഥലങ്ങളിലുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നു. ഏതായാലും അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പല മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ദുരന്ത മേഖലയിലുള്ളവർക്ക് ന്യൂസ് 18 വിളിക്കാം. ഞങ്ങൾ നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾ അത് കൃത്യമായി കൺട്രോൾ റൂമിൽ അറിയിക്കുകയും രക്ഷാപ്രവർത്തനത്തിനൊരു മുൻഗണന കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കണ്ണൂർ കണ്ടോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് ഉടൻ അവിടെ എത്തുമെന്ന വിവരമുണ്ട്. ഇവർ വന്നാൽ തന്നെ രക്ഷാപ്രവർത്തനം അവർ ഏകോപിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വിവരമാണ്. അവരെയൊക്കെ രക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ ഓരോ നിമിഷവും കണ്ടെടുക്കുന്നു. ചാലിയാറിലും മറ്റും മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നുവെന്നാണ്. പോത്തുകൽ പുഴയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രക്ഷാപ്രവർത്തകർ ഇതിനകം വിവരം അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതീവ ഗൗരവതരമായ വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുണ്ടക്കൈ അടക്കം വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനകം 19 മരണം. മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ 100-ലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ ഹാരിസന്റെ 10 തോട്ടം തൊഴിലാളികളെ കാണാനില്ലെന്ന് കമ്പനി CEO അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. 100ഓളം കുടുംബങ്ങളെ മുണ്ടക്കൈയിൽ മാത്രം ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ കാര്യമുണ്ട്. രായിൻ കേൾക്കാമോ? രായിൻ നാട്ടുകാരനാണ് രായിൻ. ആ പാലം തകർന്നതിൻ്റെ സമീപത്താണ് രായിനുള്ളത്. രായിൻ കേൾക്കാമോ? ഇല്ല, രായിനോടെ സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം വല്ലാത്ത തരത്തിലാണ് അവിടുത്തെ സാഹചര്യം. ചിലപ്പോൾ മൊബൈൽ ഫോണുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആകും. പലരും കിട്ടിയത് എടുത്ത് ഓടുന്ന സാഹചര്യമായിരുന്നു. പലപ്പോഴും കിട്ടിയത് കൊണ്ട് ഓടി പോകുന്ന സാഹചര്യമായിരുന്നു. രായിനെ പോലെയുള്ള ആൾ രായിൻ എന്ന ആളുടെ മകൾ ഞങ്ങൾ നൽകിയ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. രായിനെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. രായിൻ സേഫാണ് എന്ന് കൂടി മകളെ അറിയിക്കുകയാണ്. തൽക്കാലം പേടിക്കാനൊന്നുമില്ല, രായിനെ കാണാനില്ല എന്ന് പറഞ്ഞാണ് മകൾ ഞങ്ങളുടെ ഓഫീസ് ഫോണിലേക്ക് വിളിച്ചതും വിവരം കൈമാറിയതും. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് രായിനെ വിളിച്ചു, രായിനുമായി സംസാരിച്ചു. തുടർന്ന് രായിൻ സേഫാണ്, തൽക്കാലം അത്തരം വിവരങ്ങളാണിപ്പോൾ നൽകാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും വലിയ മഴ ഇപ്പോൾ വരുന്ന ഒരു പ്രധാന